ഹായ്, എല്ലാവർക്കും പണിക്കേസ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 22ാമത്തെ രണ്ടാം ദിവസത്തെ വീക്കിലി ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. വരുമ്പം പിന്നെ ഇവരെയും പുറത്താക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവര് സേവ് ആവും. എനിക്ക് തോന്നിയായിരുന്നു. അതായത് ഇന്നലെ ഗ്രൂപ്പിസം ആയിരുന്നു ഫുള്ളായിട്ട് നടന്നത്. ജുനൈസിന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രൂപ്പിസത്തിൽ മെയിനായിട്ട് നല്ല വർത്തമാനം പറയുന്നവരെ എല്ലാം, നല്ല പ്രതിയോഗികളെ എല്ലാം അടിച്ചു പുറത്താക്കിയിരുന്നു. കാരണം ആദ്യം തന്നെ നോമിനേഷൻ ഫ്രീ കാർഡിന്റെ പേരിൽ ശോഭയെ പുറത്താക്കി. പിന്നീട് പക്ക ഗ്രൂപ്പിസം കളിച്ച് ആദ്യം വിഷ്ണുവിനെ പുറത്താക്കി, സ്ട്രോങ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട്. രണ്ടാമത് മാരാരെ പുറത്താക്കി. മൂന്നാമത് ഗ്രൂപ്പ് കളിക്കുന്നതിൽ ജുനൈസും സാഗറുമാണ് മുഴുവൻ സ്ക്രൂവും. അത് കണ്ടിരിക്കുന്ന ജനത്തിനും മനസ്സിലായി, ബിഗ് ബോസിനും മനസ്സിലായി. ആ രീതിയിൽ കളി മുന്നോട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവരുടെ ഗ്രൂപ്പിനകത്ത് ചില ഗ്രൂപ്പുകൾ വീണ്ടും ഫോം ചെയ്ത് വന്നിരുന്നു. കാരണം ഗോപിയയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായി, ഗോപിയയ്ക്ക് പണി വരുന്നുണ്ട്. കാരണം ജുനൈസും സാഗറും ഒരുമിച്ചിരിക്കും, ഗോപിയെ പണി. അതുകൊണ്ട് ഗോപിക നാദ്രയുടെ കൂടി വീണ്ടും വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എത്ര കണ്ട് വിജയിച്ചു എന്നും അറിയില്ല. ജുനൈസും സാഗറും കൂടെ ഉറപ്പായിട്ടും ഗോപികയെ തങ്ങളിൽ നിന്നും ദൂരത്തിൽ നിർത്താനുള്ള പ്ലാനിൽ കിച്ചൺ ക്യാപ്റ്റൻ്റെ ആ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചിരുന്ന സാഗറും ജുനൈസും ഇന്ന് രാവിലത്തേതോടുകൂടി അതിന് ഒരു കളം ഒരുക്കിയതാണ്. കാരണം കിച്ചൺ ക്യാപ്റ്റനാണ് ഗോപിക. അതുകൊണ്ട് ഗോപികയെ എല്ലാവരും പ്രകീർത്തിക്കുന്നത് ഇവന്മാർക്ക് പിടിക്കുന്നില്ല രണ്ടിനും. ആ വീട്ടിലെ ബിഗ് ബോസ് വീട്ടിലെ രണ്ട് വശങ്ങളായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് ജുനൈസും സാഗറും. അല്ലാതെ നെഗറ്റീവ് കഥാപാത്രങ്ങളല്ല, വെറും തറ പരിപാടിയും. അതായത് ജുനൈസിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ബിഗ് ബോസ് ഏതാണ്ട് അരച്ചു കലക്കി കുടിക്കുകയാണ്, താൻ ഏതാണ്ട് മഹാസംഭവമാണെന്ന് വിചാരിക്കുന്ന ജുനൈസ് കാണിക്കുന്നത് മുഴുവൻ മണ്ടത്തരമാണ്. പുള്ളി സ്വയം ഒരു വിചാരമുണ്ട്, ഞാനാണ് എന്തോ ഭാവം, ഞാൻ തീരുമാനിക്കുന്ന മാതിരിയൊക്കെയാണ് ഗെയിം പോകുന്നത്. അതിനുവേണ്ടി കിടന്ന് പരിശ്രമിക്കുന്ന ജുനൈസിനെയാണ് ആദ്യം തൊട്ട് കാണുന്നത്. ശരിക്കും ഒരു നെഗറ്റീവ് കഥാപാത്രം പോലും അല്ല, കാണിക്കുന്ന അഭിപ്രായങ്ങളൊന്നും വിജയിക്കുന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഗോപിയയിൽ കിച്ചണിൽ വെച്ച് സാമ്പാർ ഉണ്ടാക്കിയത് നല്ലതാണെന്നുള്ള ഒരു ക്രെഡിറ്റ് ശ്രുതിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ജുനൈസും സാഗറും കൂടെ ഗോപിയയ്ക്കെതിരെ തിരിയുന്നു. അത് പറഞ്ഞൊരു കരച്ചിലും വഴക്കും ഒക്കെ കഴിഞ്ഞ് ആ സമയം തന്നെ ബോസണ്ണൻ അടുത്ത കളിയുമായിട്ട് ഇറങ്ങി, ടാസ്കിൻ്റെ 2ാം ദിവസം. അപ്പം ഇന്നലത്തേത് മുഴുവനോടെ ബിഗ് ബോസ് തലതിരിച്ചിട്ട് ഇന്ന് പുതിയ റൂളുമായിട്ട് ടാസ്ക് വായിക്കാൻ തുടങ്ങി. ഇന്നത്തെ ടാസ്കിനകത്തുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിശ്ചിത സമയത്തിനകം പുറത്താക്കണം. പുറത്താക്കിയില്ലെങ്കിൽ ഇന്നലെ പുറത്താക്കിയ ഒരാൾ തിരിച്ചകത്ത് കയറ്റും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതോടെ ഇവരുടെ ഗ്രൂപ്പിസം മുഴുവൻ പൊളിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കളി കളിച്ച ജുനൈസ് ഈ അണ്ണാക്കിൽ തള്ളിക്കയറ്റുക എന്ന് കേട്ടിട്ടില്ലേ, അതേ ഒരു കണ്ടീഷനിലായിരിക്കുകയാണ്. ഇവരുടെ ഗ്രൂപ്പിസം മുഴുവൻ പൊളിച്ച ബിഗ് ബോസ് ആണ് ശരിക്കും ഹീറോ. ഇപ്പോൾ ടാസ്ക് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇവർ 3 പേരെ പുറത്താക്കാൻ പോയി. അതിനകത്ത് ശരിക്കും ഇന്ന് ഗെയിം ചേഞ്ച് ചെയ്തത് ശ്രുതിയാണ്. കാരണം ഇവർ ഗ്രൂപ്പോടുകൂടി ഒരാളുടെ പേര് പറഞ്ഞപ്പം ശ്രുതി നേരിട്ട് അടുത്ത പേര് പറഞ്ഞു, ഓപ്പോസിറ്റ് പറഞ്ഞു. ശരിക്കും ഇന്നത്തെ ശരിക്കുള്ള ഗെയിമർ ശ്രുതി തന്നെയാണ് ഗെയിം ചേഞ്ച് ചെയ്തത്. ഒരു പക്ഷേ അല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഗെയിം പാളിപ്പോയി. ശ്രുതി തന്നെയാണ് ഗെയിം ചേഞ്ചർ എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ ഇപ്പം കണ്ടെടുത്തോളം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇവരുടെ ടാസ്ക് വിജയിച്ചില്ല, ആരും പുറത്താക്കാൻ പറ്റിയില്ല. അപ്പം ബിഗ് ബോസിൻ്റെ നിയമപ്രകാരം പുറത്തുനിന്ന് ഒരാളെ അകത്തോട്ട് കടത്താൻ അതും പണി കിട്ടി. അതിനും മാരാരെ കയറ്റാമെന്ന് വിഷ്ണു പറയുന്നു, ശ്രുതി അതിനെ പിന്താങ്ങുന്നു. മറ്റവരെല്ലാം ഏറ്റവും വീക്കായിട്ടുള്ള മനീഷ അകത്ത് കയറ്റാമെന്ന് പറയുന്നു. ഇന്നലെ വീക്കാണെന്ന് പറഞ്ഞ് പുറത്താക്കിയ മനീഷയെ ഇന്ന് നല്ലതാണെന്ന് കൊണ്ട് തിരിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ഇവരുടെ ആ ഗതികേട് നോക്കിയിട്ട് ചിരിയാണ് വരുന്നത്. പക്ഷേ മനീഷ വിട്ടിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനീഷ ആദ്യം ചോദിക്കുന്നത്, ഇന്നലെ നീയൊക്കെ കൂടെ എന്നെ പുറത്താക്കിയിട്ട് ഇന്ന് തിരിച്ചു കയറ്റുന്നത് ഈ പബ്ലിക് കാണുന്നില്ലേ നിങ്ങളുടെ ആ ഗെയിമിൻ്റെ കലാപരിപാടികൾ എന്ന് ചോദിക്കുന്ന മനീഷ കാണുമ്പോൾ അന്നേരമേലും ഒരു ലേശം നാണം ഈ ജുനൈസിനും സാഗറിനും തോന്നുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു ഇച്ചിരി അപ്ഡേറ്റോടെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഗോപിക നല്ല ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുകയാണ് ജുനൈസുമായിട്ട്. കാരണം ഇപ്പോഴും ജുനൈസ് ഈ പിന്നടിച്ച് സ്വന്തമായിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജുനൈസിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് ഗോപികയെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന ജുനൈസ് വീണ്ടും അണ്ണാക്കിലടിച്ച മാതിരി വർത്തമാനം കേട്ട് വളിച്ച് നാറിപ്പോയി.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നീ പറ, നീ ചാലഞ്ച് ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറ, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ കേട്ട പോലെ തോന്നി. നീ കേട്ട പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ്. എനിക്ക് നല്ലപോലെ അറിയാം. കെട്ട് വീണ പറയും. കാരണം ജുനൈസിനെ വെല്ലുവിളിച്ചു ഗോപിക. ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ നീ ഷോ വിട്ടുപോകുമെന്ന് ചോദിക്കുന്ന ജുനൈസിന്റെ അടുക്കൽ ഒന്നും മിണ്ടാനില്ലാതെ നടന്നു പോകുന്ന ആ സീൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന ജുനൈസിനെയാണ് കാണുന്നത്. ഗോപിക നല്ല ഫെയറായി. വേറൊരു കാര്യം കൂടെ ഗോപിക ഉറപ്പായിട്ടും പറഞ്ഞു, ഈ കാർഡ് ആർക്കും തരാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനത് ക്യാൻസൽ ചെയ്യിക്കും എന്നും ഗോപിക വിളിച്ചു പറഞ്ഞു. അതോടുകൂടി എല്ലാത്തിൻ്റെയും ചാനലും പോയി. ഗോപിക ഇന്നലെ വരെ കളിച്ചത് ഷോയ്ക്ക് വേണ്ടിയാണേലും ഇന്ന് സ്ട്രോങ് ആയിട്ടൊരു കളി കളിച്ചിട്ടുണ്ട്. അത് നല്ലൊരു പ്ലസ് പോയിന്റാണ്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവന്മാരുടെ കൂട്ടത്തിൽ കൂടി എല്ലാം തകർന്നു പോയ ഗോപിക ഏത് നിമിഷം ഔട്ടാവുന്ന കണ്ടീഷനാണ്. എനിക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഗോപിക. പക്ഷേ ഇന്നത്തെ ഗോപികയുടെ ഗെയിം നല്ല ഗെയിമായിരുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഗെയിം കളിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഇന്ന് ആ ജുനൈസിൻ്റെ ഉണക്ക പരിപാടിക്ക് മുഴുവൻ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഗോപികയ്ക്ക് ഒരു പ്രത്യേകം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഇന്നത്തെ ഈ ഗെയിമിൻ്റെ മെയിൻ ആധാരം ബിഗ് ബോസ് അണ്ണനും അത് കഴിഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പം കളിച്ച ശ്രുതിയുമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം ഇതുവരെയുള്ള ഗ്യാങ്ങുകളൊക്കെ പൊട്ടി പാളിഷായിരിക്കുകയാണ്. അങ്ങനെ ബോസണ്ണൻ രണ്ടാമത്തെ ടാസ്കിനും വിളിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് ആരംഭിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ മനീഷയും കൂടെ കയറ്റിയാണ് ബോസണ്ണൻ റൗണ്ട് ആരംഭിച്ചിരിക്കുന്നത്. അകത്ത് കയറിയപ്പോഴാണ് മനീഷ പറഞ്ഞു, ഞാൻ എൻ്റെ കളി കളിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല പണി എന്നുള്ള രീതിയിൽ മനീഷ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജുനൈസ് അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ കിടന്ന് മരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ജുനൈസിൻ്റെ പണികളെല്ലാം പാടിയിരിക്കുകയാണ്. കാരണം ഗോപിക സ്ട്രോങ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിക്കഴിഞ്ഞു. കാരണം കയറുന്നതിന് മുമ്പ് തന്നെ ഗോപികയായിട്ട് രണ്ടാമത്തെ ഉടക്കം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ജുനൈസ്. കാരണം ജുനൈസിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് ജുനൈസ് അത് കുത്തിത്തിരികി വന്നു. പക്ഷേ അത് എപ്പോഴും കളിക്കുന്ന മാതിരി പണി പാളിപ്പോയി. ഗോപിക സ്ട്രോങ് ആയിട്ട് എന്നിട്ട് ഉടക്കുന്നതും ഗോപിക വെല്ലുവിളിച്ചതും കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞു കഴിഞ്ഞ് നാദിറ അതിനിടയ്ക്ക് അത് സോൾവ് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് തിരികൊളുത്തി വിട്ടത് അഞ്ജൂസാണ് എന്ന് പറഞ്ഞ്, അഞ്ജൂസ് കേൾക്കാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരതൊരു കാരണമാക്കി. നാദിറയാണ് അതിനകത്ത് ഗെയിം ശരിക്കും കളിക്കുന്നത്. ആ ഗെയിം കളിച്ച് നാദിറ അവസാനം രണ്ടാമത്തെ റൗണ്ടകത്ത് കയറിയ ഉടനെ തന്നെ ആ പേര് പറഞ്ഞ് അഞ്ജൂസിനെ ഔട്ടാകാൻ പറയുന്നു പേര്. അപ്പോഴത്തേക്ക് ജുനൈസ് അത് തന്നെ ഏറ്റുപിടിച്ച് ബാക്കി എല്ലാവരും ഏറ്റുപിടിച്ചു വന്നു. പക്ഷേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അഞ്ജൂസിൻ്റെ പേര് സെറീന ആദ്യം തന്നെ ഓപ്പോസിറ്റ് പറഞ്ഞു, അടുത്ത ആളുടെ പേര് പറഞ്ഞു, മാറ്റി പറഞ്ഞു. അപ്പം പിന്നെ ബാക്കി എല്ലാവരും ഒരു പകുതിയോളമായി ആ പരിപാടി. 2 മിനിറ്റ് ബിഗ് ബോസ് 3 മിനിറ്റ് സമയം കൊടുത്തു. ആ 3 മിനിറ്റ് സമയം അങ്ങനെ വേസ്റ്റായി. അപ്പോൾ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് വീണ്ടും ഒരാളെ കൂടെ അകത്തോട്ട് കയറ്റാൻ. അപ്പം അടുത്തത് ശോഭ. പക്ഷേ മനീഷ വളരെ ഓപ്പോസിറ്റ്. ശോഭയുടെ പേര് പറഞ്ഞപ്പോൾ മനീഷ പറഞ്ഞു മാരാറുടെ പേര്. അത് ടാസ്ക് മുഴുവൻ അവർ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞ്, അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നോട്ടപ്പള്ളി എല്ലാവരുടെയും ജുനൈസും സാഗറും തന്നെയാണ്. കാരണം ഇവരെ പൊളിക്കുക എന്ന ഒറ്റ പരിപാടിയാണ് അനിയൻ മിഥുൻ നടത്തുന്നത്. ഇവരെന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് അനിയൻ മിഥുനകത്ത് പറയുന്നുണ്ട്. പിന്നെ റിനോഷ് ദൈവം സഹായിച്ച് വാ തുറക്കുന്ന ഒരു പരിപാടിയില്ല. റിനോഷ് പുറകിൽ നിന്ന് ബ്രെയിൻ കളിക്കുന്നുണ്ട്, മുന്നിൽ നിന്നൊന്നും കാണിക്കുന്നില്ല. ശരിക്കും അനിയൻ മിഥുനും റിനോഷുമായിട്ട് നല്ല ചർച്ച വെളിയിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ തൊട്ടേ അവരത് പ്ലാൻഡ് ആണ് പോകുന്നത്. ഇപ്പോഴും അവരേകദേശം ഒരുമിച്ച് തന്നെയാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ആരെയും ഔട്ടാക്കാൻ കഴിയാതെ ബിഗ് ബോസ് അനൗൺസിങ് ചെയ്ത് നല്ലൊരു ഒത്തൊരുമയുള്ള ആൾക്കാരാണല്ലോ നിങ്ങളെല്ലാം ഒന്ന് ബോസ് അനൗൺസും ചെയ്യുന്നുണ്ട്. അപ്പം പുറത്തു നിന്ന് അടുത്ത റൗണ്ടിലേക്ക് ശോഭയുടെ അകത്ത് വരും. അത് പറഞ്ഞ് രണ്ടാമത്തെ റൗണ്ടും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ സാഗറും ജുനൈസിൻ്റെയും ബിരിയാണി അടിക്കാനായിട്ടും പോയിരിക്കുകയാണ്. ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.